NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ കോൺഗ്രസിലേക്ക് പോകുമെന്ന വാർത്തകൾ തള്ളി മന്ത്രി AK ശശീന്ദ്രൻ. ശരത് പവാർ കോൺഗ്രസിൽ ചേരില്ലെന്നും അതുകൊണ്ട് ഒരു രാഷ്ട്രീയ നേട്ടവുമില്ലെന്നും AK ശശീന്ദ്രൻ 24 പറഞ്ഞു. മന്ത്രിമാറ്റം സംബന്ധിച്ച ഒരു നീക്കവും NCPക്കുള്ളിൽ നടന്നിട്ടില്ലെന്നും AK ശശീന്ദ്രൻ 24നോട്. NCPയുടെ ദേശീയ പ്രസിഡന്റ് ശരത് പവാറാണ്. ഞങ്ങളെല്ലാം ശരത് പവാറിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. രാഷ്ട്രീയമായ അസ്വസ്ഥതയോ അവ്യക്തതയോ ഒന്നും തന്നെ കേരളത്തിലെ NCP പ്രവർത്തകന്മാരുടെ ഇടയിലില്ല. വളരെ ലളിതമായി ആലോചിച്ചാൽ എന്തിനാണ് ഇപ്പോൾ ശരത് പവാർ കോൺഗ്രസിൽ ചേരുന്നത്? എന്താ അദ്ദേഹത്തിന് അതുകൊണ്ടുള്ള രാഷ്ട്രീയ നേട്ടം? ഇത് ബോധപൂർവം NCP പ്രവർത്തകന്മാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമോ കഴിയുമോ എന്ന ഒരു ദുർബലമായ ശ്രമമാണ്. ആ ശ്രമത്തിലൊന്നും വഴിപ്പെട്ടു പോകുന്നവരല്ല കേരളത്തിലെ NCP പ്രവർത്തകന്മാർ. അങ്ങനെ മന്ത്രിമാറ്റം സംബന്ധിച്ച ഒരു നീക്കവും NCPക്കകത്ത് നടന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തും നടന്നിട്ടില്ല. കൊച്ചിയിൽ നിന്ന് വിനീത വിജയ് വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീത, വിവരങ്ങൾ. SKN ഈ NCPയുടെ ദേശീയ തലത്തിൽ ചില പ്രശ്നങ്ങളും ആശങ്കകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ശരത് പവാർ കോൺഗ്രസിലേക്ക് പോകുമെന്ന ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. NCP അങ്ങനെ കോൺഗ്രസിലേക്ക് ലയിക്കുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ ദേശീയ തലത്തിൽ ഉള്ള NCP ദേശീയ തലത്തിലുള്ളത് അനാവശ്യമായിട്ടുള്ള ചില ആശങ്കകളാണെന്നും AK ശശീന്ദ്രൻ 24നോട് ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ഈ കേരളത്തിലെ NCPയുടെ രാഷ്ട്രീയ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ഇതുവരെയുള്ള നിലപാട് എങ്ങനെയാണോ അതേ നിലപാടുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ രാഷ്ട്രീയമായ അസ്വസ്ഥതയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവ്യക്തതയോ കേരളത്തിലെ NCPയിൽ ഇല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെ NCP പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ദുർബലമായ നീക്കമാണ് ഇങ്ങനെ കോൺഗ്രസിലേക്ക് പോകും, കോൺഗ്രസിലേക്ക് ലയിക്കുമെന്നുള്ള ചില വാർത്തകളെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഇത്തരം ശ്രമങ്ങളിൽ വഴിവിട്ടു പോകുന്നതല്ല കേരളത്തിലെ NCP പ്രവർത്തകരെന്നും അദ്ദേഹം 24നോട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ശരത് പവാർ കോൺഗ്രസിലേക്ക് ചേരുന്നത്, അതുകൊണ്ട് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മന്ത്രിമാറ്റം സംബന്ധിച്ച് ഒരു നീക്കവും ഇതിനോടകം തന്നെ NCPക്കുള്ളിൽ നടന്നിട്ടില്ല. LDFിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്, ഇതിനോടകം തന്നെ കേരളത്തിലെ ഈ വന്യജീവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. പലയിടങ്ങളിലേക്കും ഇത്തരം പ്രശ്നങ്ങളും വാർത്തകളും ഒക്കെ ദിനംപ്രതി വരുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് 3 സംസ്ഥാനങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് നടത്തേണ്ട പ്രവർത്തനങ്ങളാണെന്നും ഈ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിലെയും അതോടൊപ്പം തന്നെ കർണാടകയിലുമൊക്കെ ഈ ആവാസ വ്യവസ്ഥയിലുണ്ടായ ഒരു മാറ്റമുണ്ട്. ഈ മാറ്റമാണ് വന്യമൃഗങ്ങൾ കൂടുതലായി നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണമായതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് NCPയുടെ നേതൃയോഗം കൊച്ചിയിൽ ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ 24നോട് പ്രതികരിച്ചിരിക്കുകയാണ്. താങ്ക് യു വിനീത വിജയ്.